ഗുഡ് മോർണിംഗ് പ്രേസ്കർ. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ ദൈവമായിട്ടുള്ള യേശു ക്രിസ്തു നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യാചിപ്പിൻ നമുക്ക് ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും, അല്ലെ? അന്വേഷിക്കുന്നവർ കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പൊ യാചിക്കാൻ ഉള്ള അധികാരം, അവകാശം നമുക്ക് നമ്മുടെ ദൈവം തന്നിരിക്കുക. ഇനി എന്താണ് നമ്മൾ യാചിക്കുന്നത്, അല്ലെ? അത് നമ്മളെ ആശ്രയിച്ചിരിക്കും, അല്ലെ? നമ്മൾ ചോദിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. അല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന വ്യക്തികളാകരുത്, അല്ലെ? അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾക്ക് അങ്ങയുടെ മനസ്സ് തന്നതിനടുത്ത് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് അങ്ങൾക്കറിയാം. അതനുസരിച്ച് അങ്ങ് ഞങ്ങൾക്ക് എല്ലാം തരുന്നു കർത്താവ്. ഞങ്ങൾ ചോദിക്കാതെയും കൂടെ ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ വായിൽ ഒരു പ്രാർത്ഥന വരുന്നതിന് മുമ്പേ തന്നെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വരുന്നതിന് മുമ്പ് എന്താണ് ഞങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്, എന്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു, എല്ലാം അറിയാവുന്ന ദൈവം തന്നെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ ആൻസർ തരുന്ന ദൈവം കർത്താവ്. ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള കൃപ തന്നെ അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിനാമേ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന എല്ലാ ഗ്ലോറി അങ്ങേക്ക് തന്നെ വരട്ടെ. യേശുവിൻ നാമത്തിനാമേ. നമുക്ക് ഇന്ന് ലൂക്കോസിലേക്ക് പോകാം. ലൂക്കോസിന്റെ 11:9 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ. ലൂക്കോസിന്റെ 11:9 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ എന്നാലും ഒന്ന് വായിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം വായിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെ, അല്ലെ? ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവനും ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങൾ ഒരു അപ്പനോട്, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പോൾ ഇത് സ്വർഗസ്ഥനായ പിതാവിന്റെ ആഗ്രഹമാണ്. നമ്മൾ യാചിക്കണമെന്നും ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് യാചിക്കണമെന്നും ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് യാചിക്കുന്നവർക്ക് കൊടുക്കുന്നവനാണ് ദൈവം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. ദൈവം നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ്, നിങ്ങൾ യാചിപ്പിൻ, അത് നിങ്ങൾ യാചിക്കുന്നത് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് യാചിപ്പിൻ, പരിശുദ്ധാത്മാവിനോട് യാചിപ്പിൻ, നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുക. 9ാമത്തെ വാക്കിലേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുക, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടു എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഇത് ദൈവത്തിന്റെ വചനമാണ്, അല്ലെ? ദൈവം പറയാം, നിങ്ങളിലെ പിതാക്കന്മാർ, അല്ലെ, മാതാപിതാക്കൾ, അപ്പൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മക്കൾ അപ്പം ചോദിച്ചാൽ, ബ്രെഡ് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലെടുത്ത് കൊടുക്കത്തില്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിന് കൊടുക്കത്തില്ല, മുട്ട ചോദിച്ചാൽ തേളിന് കൊടുക്കത്തില്ല, നല്ലതേ ചെയ്യത്തുള്ളൂ നമ്മൾ നമ്മുടെ മക്കൾക്ക്. അങ്ങനെയാണെങ്കിൽ ദൈവമായിരിക്കുന്നവൻ എത്രമാത്രം നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾക്ക് ചെയ്തു തരും, അല്ലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതാ പറയുന്നത്, നമ്മളോട് ദൈവം യാചിക്കാൻ പറയുമ്പോഴും ദൈവത്തിന്റെ ഹിതം ഹോളി സ്പിരിറ്റ് ഗോഡിനെ ആണെങ്കിൽ നമുക്ക് തരുന്നതാണെങ്കിൽ അന്നപ്പോൾ നമുക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനെ ചോദിച്ചാൽ പോരെ. എന്ന് വെച്ചാൽ ദൈവത്തെ ചോദിച്ചാൽ പോരെ നമുക്ക്, അല്ലെ? നമ്മൾ മിക്കവാറും തന്നെ ആൾക്കാർ എന്താ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ എനിക്ക് ഒരു വീട് വേണം, എനിക്ക് ഒരു കാർ വേണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം, അവരുടെ നേഴ്സിംഗ് പഠിത്തം, അവരുടെ മെഡിസിൻ പഠിത്തം, അവരുടെ കാര്യങ്ങളൊക്കെ, അതൊക്കെ ആണ് നമ്മൾ മുന്നിൽ നിന്ന് ചോദിക്കുക. അതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദിക്കണം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ പറ്റി ചോദിക്കണം, അവരുടെ മാരേജിനെ പറ്റി ചോദിക്കണം, നമുക്ക് നല്ലൊരു വീട് വേണം, അത് ചോദിക്കണം, നല്ലൊരു കാറ് വേണം, അല്ലെ? അതൊക്കെ ചോദിക്കണം. എല്ലാം വേണ്ടതാണ്, വേണ്ടെന്നല്ല പറഞ്ഞു, അതൊക്കെ തരാൻ ദൈവം തയ്യാറാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ ഹിതം, നമ്മളെ പറ്റിയുള്ള ഹിതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ പോലെ ആയിത്തീരും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ള കാര്യങ്ങളല്ല, ദൈവത്തിന് മാത്രം നമുക്ക് തരാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തിലുള്ള ആൾക്കാർക്കും ദുഷ്ടന്റെ പൊക്കത്തും വെയിലുദിക്കുന്നതും മഴ കൊടുക്കുന്നതും എല്ലാം ദൈവം തന്നെയാണ്. എന്നാൽ ദുഷ്ടന്മാർക്കും കൂടെ അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്ന ദൈവത്തിന് നമുക്ക് തരാൻ സാധിക്കത്തില്ല എന്ന് തോന്നുന്നുണ്ട്? ഇല്ല, അല്ല. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ആളുകൾ ദൈവം പോറ്റുക തന്നെ ചെയ്യും. വയലിലെ ലില്ലികൾക്ക്, അല്ലെ, എന്താ പറയുക, ഇന്ന് കാണുന്ന നാളെ കാണാതിരിക്കുന്ന ലില്ലികൾക്ക്, അല്ലെ, ആ പുല്ലുകൾക്ക്, അതിന് ഇത്ര ഭംഗിയ സൗന്ദര്യം കൊടുക്കുന്ന ദൈവമാണെങ്കിൽ, അതുങ്ങളുടെ കാര്യം നോക്കുന്ന ദൈവമാണ്. ആകാശത്തെ പറവകളെ പോറ്റുന്ന ദൈവമാണെങ്കിൽ നമ്മളെ നോക്കിക്കൊള്ളുന്ന ദൈവം. നമ്മൾ അതിനെപ്പറ്റി നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. തക്ക സമയത്ത് തക്ക കാര്യങ്ങൾ
തന്ന് ദൈവം നമ്മൾ പോറ്റും. പക്ഷെ അപ്പൊ ഇനി ചോദിക്കാൻ ദൈവം പറഞ്ഞിരിക്കുമ്പോൾ ബുദ്ധിപരമായിട്ട് ചോദിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. ദൈവത്തിന് തരാൻ പറ്റുന്ന കാര്യം മാത്രം ദൈവത്തോട് ചോദിക്കുക, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്ത് ഉള്ളവർക്ക് അല്ലെ, പിശാച് വരെ യേശുക്രിസ്തുവിനോട് പറഞ്ഞു, നീ എന്നെ വണങ്ങുവാണ്, നിനക്ക് ഈ ലോകത്തിൽ കാണുന്ന സകല കാര്യങ്ങൾ തരാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിനോട് തരാൻ പറ്റിയ ലോകത്തുള്ള സകല കാര്യങ്ങൾ ചുരുക്കം. അപ്പൊ അതിനായിട്ട് നമ്മളുടെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ ചോദിക്കുവാണെങ്കിൽ ദൈവത്തിന് തരാൻ പറ്റുന്ന കാര്യം മാത്രം ചോദിക്കുക. എന്നതാണ് ദൈവത്തിന് തരാൻ പറ്റുന്ന കാര്യം? ദൈവത്തിന് മാത്രമേ ദൈവത്തെ തരാൻ സാധിക്കത്തുള്ളൂ. ഹോളി സ്പിരിറ്റ് ഗോഡിനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ദോഷികളായ നിങ്ങൾ, 13ാമത്തെ വാക്ക് പറയാ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പൊ പരിശുദ്ധാത്മാവിനെ കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. മനുഷ്യവർഗത്തിന്റെ കൂടെ ആയിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്, അല്ലെ? അങ്ങനെ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ ചോദിക്കും, അല്ലെ? നമുക്കറിയാം കേലബിന്റെ മകൾ അക്സയെ പറ്റി അറിയാം. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു, അല്ലെ? കേലബ് ഒദാനിയലിനെ കൊണ്ട് അക്സനെ കല്യാണം കഴിപ്പിക്കുന്നു. അക്സ ഒദാനിയലിന്റെ വീട്ടിൽ തന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അക്സ തന്നെ പറയുന്നു ഭർത്താവിനോട്, എന്റെ പിതാവിനോട് സ്ഥലം ചോദിക്കാൻ പറയുന്നു. അപ്പൊ സ്ഥലമെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ അക്സ അതുകൊണ്ടും തൃപ്തിപ്പെടുന്നില്ല. അക്സ പറയുക, പിതാവ് എനിക്ക് സ്ഥലമൊക്കെ തന്നത് കൊള്ളാം, വളരെ മനോഹരമായിരിക്കുന്നു, പക്ഷെ എനിക്ക് അതിൽ വെള്ളം വേണം. അപ്പൊ ചോദിക്കാൻ മനസ്സുള്ളത് കൊണ്ട് കേലബിന് അപ്പർ സ്പ്രിംഗും ലോവർ സ്പ്രിംഗ് കൊടുത്തെന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേ ചോദിച്ചുള്ളൂ, രണ്ടെണ്ണം കൊടുക്കുക. അപ്പൊ വെള്ളമൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതന്നെ ഹോളി സ്പിരിറ്റ് ഗോഡിനെ. അപ്പൊ പിതാവിനോട് ഹോളി സ്പിരിറ്റ് ഗോഡിനെ ചോദിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാണ്. അപ്പൊ എന്താണ് നമ്മൾ ചോദിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കണം. ഇനി ആരാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്? യേശുക്രിസ്തുവിന്റെ അൺലിമിറ്റഡ് ഫോം ഹോളി സ്പിരിറ്റ് ഗോഡ്. അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദൈവമേ അങ്ങനെ എനിക്ക് വേണം, യേശുക്രിസ്തു അങ്ങനെ എന്റെ ജീവിതത്തിൽ വേണം. ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ കൂടെ ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്നതാണ്, അല്ലെ? ഈ ലോകത്തിലേക്ക് നോക്കിയപ്പോ വീണു പോയിരിക്കുന്ന നമ്മളെ കണ്ടപ്പോ നമ്മളെ അവിടുന്ന് വിടുവിക്കണം ദൈവമാണ് ആഗ്രഹിച്ചത്. നമ്മള് ആ വീണ സ്ഥിതിയിൽ തന്നെ അവിടെ കിടക്കാൻ നമുക്ക് താല്പര്യമായിരുന്നു. ഈ ലോകത്തിന്റെ രീതിയിൽ പാപവും ചെയ്ത് കുടിച്ചും കൂത്താടി നടക്കാൻ നമുക്ക് താല്പര്യമായിരുന്നു, അല്ലെ? എത്രയോ പേര് ഇപ്പോഴും അതന്നെ ചെയ്യുന്നു. പക്ഷെ ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മളെ തേടി എത്തിയതാ. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തേടി എത്തി. ദൈവം നമ്മളെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ചു, എന്റെ കുഞ്ഞ്, നീ ഇങ്ങനെ കടക്കരുത്, നീ ഇങ്ങനെയുള്ളവനല്ല, നീ ഇങ്ങനെ ആകേണ്ടവനല്ല, നീ എന്റേതാണ്, ഞാൻ സൃഷ്ടിച്ചതാണ് നിന്നെ എന്ന് ദൈവം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ നമുക്ക് പാപബോധം ഉണ്ടായത്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ ഒന്ന് ടച്ച് ചെയ്തപ്പോൾ നമുക്ക് പാപബോധം ഉണ്ടായത്. അതിനു മുമ്പേ നമ്മൾ എങ്ങനെ വേണം നടക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളായിരുന്നു, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തേടി എത്തുക. ദൈവത്തിന് നമ്മുടെ ഒപ്പം ആയിരിക്കണമെന്ന് വളരെയധികം ആഗ്രഹമാണ്. അതുകൊണ്ട് ദൈവം നമ്മളോട് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു കാലത്ത് ഉപേക്ഷിച്ച് കളയത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അത് ദൈവത്തിന്റെ ആഗ്രഹം ദൈവം പറയുന്നത്, നമ്മുടെ കൂടെ ഇരിക്കാനുള്ള ആഗ്രഹം ദൈവം പറയുന്നത്. നമ്മൾക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഏറ്റവും ബെനിഫിഷ്യൽ കാര്യം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് നമ്മുടെ ഒപ്പം ആയിരിക്കണമെന്ന് മനുഷ്യവർഗത്തെ വളരെയധികം സ്നേഹിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ പോലെ, അല്ലെ? ഡേവിഡിനെ പറ്റി നമുക്കറിയാം. ഡേവിഡിനെ പറ്റി ഇങ്ങനെ പറഞ്ഞേക്കാം, ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നിന്ന ആള്. അപ്പൊ പലരും പല കാര്യങ്ങൾ പറയാം അതിനെപ്പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആ ഒരു പട്ടം ഡേവിഡിന് കൊടുത്തിരിക്കുന്നത് എന്താ പറയുക, ക്ഷമ ചോദിച്ചത് കൊണ്ട്, അല്ലെ? മനസാന്തരപ്പെട്ടുകൊണ്ടാണ് എന്ന് പറയുന്നു. മനസാന്തരം ചെയ്യാനുള്ള കുറ്റം, ബത്ശേബയായിട്ടുള്ള കുറ്റം ചെയ്തുകൊണ്ട് ബത്ശേബയുടെ ഹസ്ബൻഡിനെ കൊല്ലുന്നു, അവളെ ബലാത്സംഗം ചെയ്യുന്നു, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട്, ആ പാപം താൻ ചെയ്തുകൊണ്ട് ക്ഷമ ചോദിക്കാൻ മനസ്സുണ്ടായിരുന്നു. പ്രോഫറ്റ് നേതൻ വന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു രാജാവായിരുന്നിട്ട് കൂടെ ഡേവിഡിന് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ സൗൽ രാജാവല്ല, കിങ് സോളിനെ കൊന്നില്ല, കാരണം ദൈവത്തിന്റെ അഭിഷേകം കിങ് സോളിന്റെ പൊക്കത്തുള്ളത് കൊണ്ട് അഭിഷേകത്തെ മാനിച്ചുകൊണ്ട് ഡേവിഡ് കിങ് സോളിനെ കൊന്നില്ല. അതൊരു വലിയ കാര്യം, അതൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഡേവിഡിന്റെ ഒരു ക്യാരക്ടർ, ഏറ്റവും വലിയ ക്യാരക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി വല്ലാതെ ദാഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്, ദൈവത്തിന്റെ പ്രസൻസിനായിട്ട് ദാഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. 27ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ അതാ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം, എനിക്ക് ദൈവത്തിന്റെ
സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി എന്നും കൂടെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആള് അല്ലെ. നമുക്കറിയാം പിന്നെ ഡേവിഡ് അത്രയും ആ മരുഭൂമിയിലായിരുന്നപ്പോ വെള്ളം പോലില്ലായിരുന്ന സ്ഥലത്ത് 63-ാമത്തെ സങ്കീർത്തനത്തിൽ ഡേവിഡിന് ഒരൊറ്റ ആഗ്രഹമുള്ളൂ, വെള്ളത്തിനൊന്നും ആവശ്യമില്ല, ദൈവം മാത്രം മതി. അപ്പൊ അങ്ങനെ ഒരു മനസ്സായിരുന്നു, ദൈവമേ എനിക്ക് അങ്ങ് വേണം, അങ്ങയുടെ പ്രസൻസിലായിരിക്കും, എനിക്ക് അങ്ങയുടെ കൂടെ ഇരിക്കണം, അങ്ങ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം, എനിക്ക് എപ്പോഴും അങ്ങയുടെ കൂടെ ആയിരിക്കണം. അതായിരുന്നു ആഗ്രഹം. അതാണ് ഡേവിഡിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്, ഡേവിഡ് തന്റെ ഹൃദയത്തിന് പുറകെ നടക്കുന്നവനാണ് അല്ലെ. തന്റെ ഹൃദയം, യേശുവിന്റെ ഹൃദയം ഇതാ നമ്മളുടെ ഒപ്പം ആയിരിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവം. ആ ദൈവത്തിന്റെ ഹൃദയം തന്നെ ഡേവിഡ് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങയുടെ കൂടെ ആയിരിക്കണം. മോസസ് ഇങ്ങനെയല്ലേ പറഞ്ഞത്? ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇസ്രായേൽ മക്കളിന് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ദൈവമാണ് അവരുടെ കണ്ണീര് കണ്ടിട്ട് ഈജിപ്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത് അല്ലെ, കനാലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അതിന്റെ നടുക്ക് വെച്ച് അവർക്ക് സ്വർണം കൊണ്ട് പശുക്കുട്ടികൾ ഉണ്ടാക്കി അത് ദൈവമായിട്ട് സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ മോസസ് അങ്ങനെയായിരുന്നില്ല. മോസസ് പറഞ്ഞു, ദൈവമേ അങ്ങ് വരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഞങ്ങൾ ഒറ്റ അടി പോലും വെക്കത്തില്ല, ഞങ്ങൾ കനാലിലേക്ക് പോകുന്നു, അങ്ങ് വരുന്നുണ്ടെങ്കിൽ മാത്രം മതി. അത് മോസസിന്റെ ആഗ്രഹം. പക്ഷെ മോസസിന്റെ ആഗ്രഹത്താലും കൂടുതൽ ആഗ്രഹം ദൈവത്തിന് അല്ലെ. മോസസ് പറഞ്ഞു ദൈവം പ്രക്കന്ന ഞാൻ കൂടെ വരുമെന്ന് പറയും. കാരണം ആ ഒരു വാക്കിനായിട്ട് ദൈവം കാത്തിരിക്കുകയാണ് അല്ലെ. മോസസ് പറയും, ഞങ്ങള് പോകുന്നില്ല, ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ല, ഞങ്ങള് പോകുന്നില്ല. അത് മോസസിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെയും മോസസിന്റെ ആഗ്രഹം അത്, അല്ലാതെ ഇസ്രായേൽ മക്കളുടെ ആഗ്രഹമല്ല. എന്നിട്ടും കൂടി മോസസ് അങ്ങനെ വന്ന് ചോദിക്കാൻ താല്പര്യപ്പെട്ടപ്പോൾ കൂടെ വരാൻ താല്പര്യപ്പെട്ടവനാണ് ദൈവം. അങ്ങനെയാകുമ്പോ നമ്മുടെ കൂടെ എല്ലാം ഇരിക്കാൻ താല്പര്യപ്പെടുന്നതാണ് ദൈവം. അപ്പൊ നമ്മൾക്ക് ദൈവം ഇങ്ങനെ പറയുമ്പോ, യാചിപ്പൻ നിങ്ങൾക്ക് കിട്ടും, എന്താ പറയുക, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവൻ തുറക്കപ്പെടും എന്നൊക്കെ പറയുമ്പോ യാചിക്കുന്ന ദൈവത്തിനെ ആയിരിക്കട്ടെ. ദൈവം അങ്ങ് വേണം എൻ്റെ കൂടെ അല്ലെ. അങ്ങയുടെ പ്രസൻസ് എൻ്റെ കൂടെ വേണം, അങ്ങയുടെ ഗ്ലോറി എൻ്റെ കൂടെ വേണം അല്ലെ, അങ്ങയുടെ പവർ എനിക്ക് വേണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി ഒരുപാട് പേര് അങ്ങയുടെ കിങ്ഡത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ വഴി കൂടെ നടത്തുന്നതിന് വേണ്ടി, എൻ്റെ കുടുംബത്തിൽ പലരും രക്ഷിക്കപ്പെടാത്തവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, രക്ഷിക്കപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, അസുഖത്തിലായിരിക്കുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട്, അവരെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി, അങ്ങയുടെ രാജ്യം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങനെ എനിക്ക് ആവശ്യമുണ്ട്. അതിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് അങ്ങയെ വേണം. എൻ്റെ ഹൃദയത്തിന്റെ ഇൻട്രസ്റ്റ് അങ്ങ്. അപ്പൊ എനിക്ക് അങ്ങയുടെ കൂടെ എന്നും ഇരിക്കണം, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, അങ്ങനെ എനിക്ക് തരണം. കൂടുതൽ എനിക്ക് അങ്ങനെ തരണം. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് എന്നെയും മഹത്വപ്പെടുത്തണമേ. 17-ാമത്തെ ചാപ്റ്ററില് ജോണിന്റെ 17 യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എന്നെ മഹത്വപ്പെടുത്തുന്നത് അല്ലെ, എനിക്കുണ്ടായിരുന്ന മഹിമ കൊണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന മഹിമ കൊണ്ട്. അപ്പൊ പുത്രൻ പിതാവിനെ മഹിമപ്പെടുത്താൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ അപ്പൊ നമ്മളും ചോദിക്കുന്നത്, ദൈവമേ എന്നെ മഹിമപ്പെടുത്തണം, അങ്ങയുടെ മഹിമ ഒരു കവചം പോലെ എൻ്റെ ചുറ്റും ഉണ്ടായിരിക്കട്ടെ അല്ലെ. ഞാൻ പോകുന്നിടത്തും വരുന്നിടത്തും അല്ല, അങ്ങയുടെ മഹിമ എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ, അങ്ങയുടെ കൃപ എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ അല്ലെ, അങ്ങയുടെ കൈകൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വാഴ്ത്താൻ വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി മരിക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണം. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം അല്ലെ. അതാകുമ്പോ അതാണ് ദൈവത്തിന്റെ ഇഷ്ടം അല്ലെ. അങ്ങയുടെ ഒപ്പമായിരിക്കട്ടെ ഞാൻ, എൻ്റെ കുടുംബം അങ്ങയുടെ ഒപ്പമായിരിക്കട്ടെ, അതൊക്കെയാണ് ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ പറ്റിയുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പൊ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കുകയും ദൈവത്തിന് ഗ്ലോറി ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ നമ്മൾ മിക്കവാറും തന്നെ ദൈവത്തെ ATM മെഷീനാക്കി വെച്ചുകൊണ്ടിരുന്നു അല്ലെ. അങ്ങനെ ഒരു പരിപാടിക്ക് നമ്മൾ പോകാതിരിക്കട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ATM മെഷീനാക്കി കാണുന്നു, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു മെഷീനാണ് ദൈവം എന്നുള്ളതും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനൊക്കെ ആയിട്ട് ിക്കുന്ന ദൈവം കാര്യങ്ങളൊക്കെ ചെയ്തു തരും, അതാണ് നമുക്ക് വേണ്ട. അങ്ങനെയൊക്കെ ഉള്ള ഒരു മനസ്ഥിതിയായിട്ട് നമ്മൾ പോകാതിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങൾ ദൈവത്തിനായിട്ട് ദൈവമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനായിരിക്കട്ടെ. ഫാസ്റ്റിംഗ് പ്രയർ എടുക്കുമ്പോൾ ദൈവത്തെ കാണുന്നതിനായിരിക്കട്ടെ, അല്ലെ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ആകാതിരിക്കട്ടെ അല്ലെ. നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു തരും. ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ബാക്കിയുള്ളതെല്ലാം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ബാക്കി എല്ലാം തരുമെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് പിന്നെ നമുക്ക് അതിനായിട്ട് പോയ പോലെ ദൈവം തന്നോളുമല്ലോ അല്ലെ. നമ്മൾ പിന്നെ അതിനായിട്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ. ദൈവം തന്നോളും. പക്ഷെ അപ്പോൾ ദൈവത്തെ നമുക്ക് അന്വേഷിക്കാം, യേശുവിനെ നമുക്ക് അന്വേഷിക്കാം. ദൈവം എനിക്ക് അങ്ങനെയാണ് വേണ്ടത്, അങ്ങയുടെ കൂടെ ഇരിക്കുകയാണ് വേണ്ടത്, അങ്ങയുടെ പ്രസൻസ് ആണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ഒരു മനസ്ഥിതി ആയിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. അങ്ങനെ അധികം ആളുകളില്ല, യേശുവിനെ ആഗ്രഹിക്കുന്ന അധികം ആൾക്കാരില്ല, യേശുവിന്റെ കയ്യിൽ നിന്നുള്ള അനുഗ്രഹം ആഗ്രഹിക്കുന്ന വ്യക്തികളേ ഉള്ളൂ. ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്നപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ടുവന്ന ദൈവം ഇസ്രായേലിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് 6 ലക്ഷത്തോളം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. 6 ലക്ഷത്തിന് പൊക്കത്തെ ആൾക്കാരുണ്ടായിരുന്നു അല്ലെ. കുറച്ച് ഈജിപ്ഷ്യൻകാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു.
കൂട്ടത്തിൽ. പക്ഷെ 3 പേര് മാത്രമേ ഉള്ളൂ. 3 അല്ലെങ്കിൽ 6 ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ കുറച്ച് 4 പേര് മാത്രമേ ദൈവത്തിന്റെ ഒപ്പം നിന്നുള്ളൂ. അപ്പൊ അവത്തിൽ നിന്ന് 2 പേർക്ക് കനാലിലേക്ക് കയറാനും പറ്റിയുള്ളൂ. ഒന്ന് വിചാരിച്ചു നോക്ക്. അല്ലേ? അപ്പൊ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ദൈവത്തോടുള്ള കൂറുണ്ടായിരുന്നത്. ദൈവത്തിന്റെ കൂടെ ആയിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ കൂറുള്ള ആൾക്കാരായിരിക്കാം നമുക്ക് ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കാൻ, യേശുവിന്റെ ഒപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെ അധികം ആൾക്കാരില്ല. യേശുക്രിസ്തുവിനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ വളരെ കുറച്ച് സുഹൃത്തുക്കളെ. നമ്മുടെ ചുറ്റോട് ചുറ്റും നിൽക്കുന്ന നമ്മുടെ ചർച്ചിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കര സ്പിരിച്വലൊക്കെ ആയിട്ട് കാണിക്കും. പക്ഷെ എത്ര പേർക്ക് യേശുക്രിസ്തുവിനെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ യേശുവിൽ നിന്നുള്ള അനുഗ്രഹമൊക്കെ എത്ര പേർക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും വേണ്ട ആവശ്യമുള്ളതാണ്. അപ്പൊ യേശുവിനെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം, യേശുവിന്റെ കൂടെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. നമ്മുടെ ചോദ്യങ്ങളൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന ഡിഫറന്റ് ആയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ. നമ്മൾ എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്ന പോലെ ദൈവത്തെ ATM മെഷീനാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകാതിരിക്കട്ടെ. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള കൃപ തന്നെ കർത്താവിനോട് പാതുകാട്. ഞങ്ങൾ എത്രമാത്രം ചോദിച്ചാലും കർത്താവിനോട് പാതുക തരാൻ അങ്ങ് താല്പര്യപ്പെടുന്നവന് കർത്താവ് താങ്ക് യു ജീസസ് മിസ്റ്റർ പ്രൈസ് ആൻഡ് വർഷിപ്പ് യു യേശുവിൻ നാമത്തിൽ ആമേൻ. കറക്റ്റായുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും അങ്ങനെ പ്രാപ്തികളെ കൃപ തന്നെ അപേക്ഷിക്കുന്നു. അങ്ങനെ സൈകളൊക്കെ മനസ്സാണെന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ. ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം നമുക്ക് തരുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡിനെയാണ്. യേശുക്രിസ്തുവിനെ ചോദിച്ചാലും നമുക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനെ തരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഹോളി സ്പിരിറ്റ് ഗോഡാണ് യേശുക്രിസ്തുവിന്റെ അൺലിമിറ്റഡ് ഫോമാണ് അല്ലെ. നമുക്കറിയാം നമ്മൾ ഇനിയിപ്പോ ധൈര്യം ചോദിച്ചാലും ഹോളി സ്പിരിറ്റ് ഗോഡിനെ തരുന്നു. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ജോണും പീറ്ററും അല്ലെ ആ ബ്യൂട്ടിഫുൾ ഗേറ്റിൽ വെച്ച് ഒരാളെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ കാല് വയ്യായിരുന്ന ആളെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പരീശന്മാർക്ക് സാദുസ്യർക്കും അസൂയ മൂത്തിട്ട് ജോണിനെയും പീറ്ററിനെയും പിടിച്ച് ജോണിനെയും അപ്പോസ്റ്റൽ പീറ്ററിനെയും പിടിച്ച് ഒരു ദിവസം കസ്റ്റഡിയിൽ വെക്കുന്നു. പിറ്റേ ദിവസം അവരെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെ. ഈ നാമത്തിൽ ഒരു കാരണവശാലും ഇനി സംസാരിച്ചു പോകരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നിട്ട് അവരെ പറഞ്ഞ് വീട്ടിൽ വിടുന്നു. വന്നു കഴിയുമ്പോൾ അവര് കൂട്ടാളികൾ അല്ലെ സഹപഠന്മാരോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യം ഇത്. ദൈവമേ ഞങ്ങൾക്ക് ധൈര്യം തരണമേ അല്ലെ എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങയുടെ വചനം സംസാരിക്കുന്നതിന് വേണ്ടിയും ഹീൽ ചെയ്തതിന് വേണ്ടി ഞങ്ങളെ ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്നത് എന്താ? ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊടുക്കുന്നത്. ധൈര്യം അല്ല കൊടുക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിനെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചില്ല, അതുകൊണ്ട് നമുക്ക് നിർത്താം.